തെരുവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. കർത്താവിൻ്റെ പീഡാസഹനത്തെപ്പറ്റി ധ്യാനിക്കുന്ന ദിവസങ്ങളാണിത്. ദുഃഖവെള്ളി നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് വേണ്ടി പീഡകൾ ഏറ്റെടുത്ത് മരിച്ചതിൻ്റെ ഓർമ്മ മനുഷ്യകുലത്തിന് മുഴുവനും വേദനയായി നിലനിൽക്കുന്നു എന്ന ഒരു ചിന്തയിൽ നിന്ന് രൂപപ്പെടുന്നത്. പീഡാസഹനം എന്ന് പറയുന്നത് മരണം കൺമുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളും അവൻ അനുഭവിക്കുന്ന വ്യതകളുമാണ് പീഡാസഹനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുനാഥൻ മനുഷ്യകുലവുമായി രമ്യതയിലാകുന്നതിന് വേണ്ടി സ്വയം തന്നെ സമർപ്പിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും പൂർണ്ണതയിലേക്ക് വിളിക്കുകയും ചെയ്തു. അവന് നൽകിയ സമസ്തവും പരിപൂർണതയുള്ളതായിരുന്നു. എന്നിട്ടും അവയോട് ചേർന്ന് ജീവിക്കുവാൻ മനുഷ്യന് കഴിയാതെ പോവുകയും അനുസരണക്കേട് കാട്ടി തൻ്റെ ജീവിതത്തിന് ലഭ്യമായ സകല സൗഭാഗ്യങ്ങളെയും വിട്ടുപേക്ഷിച്ച് മനുഷ്യൻ ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഒരിക്കൽ നഷ്ടമാക്കിയ മൈത്രി വീണ്ടെടുക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പരിശ്രമങ്ങളിൽ സാധ്യമല്ലാത്ത കാര്യമായി രൂപാന്തരപ്പെടുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവവുമായുള്ള മൈത്രി പുനഃസ്ഥാപിക്കുവാനായി ആദ്യ മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം നാം കാണുന്നുണ്ട്. 2 ബലിപീഠങ്ങൾ അവിടെ നാം കാണുന്നുണ്ട്. കായന്റെയും ആബേലിന്റെയും ബലിപീഠം. 2 ബലിപീഠങ്ങളുടെയും പ്രത്യേകത ഒന്ന് അനാഥമാക്കപ്പെടുകയും മറ്റൊന്ന് തിരസ്കൃതമാക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആബേൽ അർപ്പിച്ച ബലി ദൈവത്തിന് സ്വീകാര്യമായിരുന്നു. ആ ബലിയിൽ ദൈവം സംപ്രീതനായതുമാണ്. ദൈവം അവന്റെ ബലിയിൽ സംപ്രീതനാവുകയും തൻ്റെ സ്നേഹം അവനുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ ആ ബലിപീഠം അനാഥമായി തീർന്നു. കാരണം സഹോദരൻ കായേൻ ആബേലിനെ കൊന്നുകളഞ്ഞു. കായേൻ ഉയർത്തിയ ബലിപീഠമാകട്ടെ ദൈവത്തിന് സ്വീകൃതമായതുമില്ല. തുടർന്ന് അങ്ങോട്ട് മനുഷ്യൻ ഒത്തിരിയേറെ ബലികൾ അർപ്പിക്കുന്നുണ്ട്. ഓരോ ബലിയും മനുഷ്യൻ ആഗ്രഹിച്ചത് ദൈവവുമായുള്ള മൈത്രിയിൽ പുനഃപ്രവേശിക്കുക, ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മനുഷ്യൻ പിന്നീട് പലപ്പോഴും ബലിയർപ്പിച്ചത്. ഈ ബലികളൊക്കെ അപൂർണങ്ങളായിരുന്നുവെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 1-ാം വാക്യം, ഒത്തിരിയേറെ ബലികൾ അർപ്പിക്കപ്പെട്ടുവെങ്കിലും ബലി അർപ്പിക്കുന്നവന് പൂർണ്ണത ലഭ്യമാകുന്ന രീതിയിൽ ഒരു ബലിയും സമ്പൂർണമായിരുന്നില്ല. ബലികളേറെ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ബലികൾക്ക് ഒരു കാലത്തും ക്ഷാമവും ഉണ്ടായിട്ടില്ല. പാപപരിഹാരാർത്ഥം, നന്ദി പറയുന്നതിന് വേണ്ടി, ദൈവം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിന് വേണ്ടി, മാപ്പപേക്ഷിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒത്തിരിയേറെ ബലികൾ ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ടതാണ്. ഈ ബലികളൊക്കെ അപൂർണങ്ങളായിരുന്നു. വ്യക്തിപരമായി ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിന്റെ പാപത്തിന് പരിഹാരം അന്വേഷിക്കുന്ന ബലിയായി മാത്രം അത് ഒതുങ്ങിപ്പോവുകയും ചെയ്തു. ഒരിക്കൽ സ്നേഹത്തിന്റെ പൂർണ്ണതയുള്ള ഒരു ബലി അർപ്പിക്കുവാനായി ഒരു മനുഷ്യനെ ദൈവം ക്ഷണിക്കുന്നത് നാം ബൈബിളിൽ കാണുന്നുണ്ട്. അനുസരണയുടെ പരിപൂർണത അവകാശപ്പെടുന്ന ഒരു ബലി അത് ആവശ്യപ്പെട്ടത് അബ്രഹാത്തിൽ നിന്നാണ്. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, തൻ്റെ ഏകജാതനെ ഒന്ന് ബലിയർപ്പിക്കണം. അതിന് അനുസരണയുടെ പൂർണ്ണതയുണ്ട്. ഒരിക്കൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്നേഹത്തിന്റെയും അനുസരണയുടെയും തിരിച്ചുപോക്കാണ് അബ്രഹാത്തിലൂടെ ദൈവം ആവശ്യപ്പെട്ടത്. അബ്രഹാത്തിന്റെ യാത്രാവഴി വിശ്വാസത്തിന്റെ പിതാവായി രൂപാന്തരപ്പെടുന്ന യാത്രാവഴിയിലുടനീളം ഈ അനുസരണം അതിന്റെ പൂർണ്ണതയിൽ നാം കാണുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നിടത്തേക്കൊക്കെ അബ്രഹാം നടക്കുമ്പോൾ എവിടേക്ക് എന്നൊരു ചോദ്യമില്ല, എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമില്ല. വാഗ്ദാനം ചെയ്യപ്പെട്ടത് പൂർത്തീകരിക്കുവാനായി കാലതാമസം ഉണ്ടാകുമ്പോഴും അബ്രഹാം വിനീത വിധേയനായി കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ വിധേയത്വം പൂർത്തീകരിക്കപ്പെടുന്നത് ഒരു സന്താനത്തിന് നൽകിയാണ്. എന്നാൽ ദൈവം തന്നെ അനുസരണത്തിന്റെ ഔന്നത്യം അവകാശപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആ മകനെ ഒന്ന് ബലിയർപ്പിക്കണം. അബ്രഹാം മകനെയും കൊണ്ട് ഒരു യാത്ര പോകുന്നുണ്ട് ബലിയർപ്പിക്കാനായി.
എല്ലാം കരുതി വെച്ചിട്ട് ബലിവസ്തു ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് ബലിയർപ്പിക്കാനായി മകനെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മകന്റെ ഒരു ചോദ്യമുണ്ട്. ബലിമൃഗം മാത്രമില്ല, എവിടെയാണ് ബലിമൃഗം? അപ്പന് പറയേണ്ടി വരും, ബലിമൃഗം നീയാണ് മകനെ എന്ന് അപ്പന് പറയേണ്ടി വരും. നെഞ്ചു പിടയ്ക്കുന്ന വേദനയോടുകൂടി ആവണം അബ്രഹാം ദൈവം തന്റെ ഏകജാതനെ ബലിയർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ആ നിമിഷം മുതൽ തന്റെ മകന്റെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടാവുക. ഒരുപക്ഷെ മോറിയ മലയിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് അബ്രഹാം ആ മകന്റെ കണ്ണിലേക്ക് നോക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. ബലിപീഠത്തിലേക്ക് എടുത്തു കിടത്തുമ്പോഴും അബ്രഹാത്തിന്റെ കണ്ണ് മറ്റെവിടെയോ ആയിരുന്നു. അവന്റെ നെഞ്ചു പിടക്കുന്നത് ദൈവം കണ്ടതുകൊണ്ടാണ് അവന്റെ കയ്യിൽ കയറി പിടിച്ച് ബലിയിൽ നിന്ന് അവനെ തട്ടിമാറ്റുന്നത്. അബ്രഹാം അനുസരണയുടെ പൂർണ്ണതയുള്ള ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് ദയാലുവായ പിതാവ് അവന്റെ ബലിയിൽ നിന്ന് അവനെ തട്ടിമാറ്റി. പൂർണ്ണതയുള്ള ബലിയായി അതും മാറിയില്ല. ബലിപീഠങ്ങൾ അങ്ങനെ എല്ലായ്പ്പോഴും ബാക്കിയാകുന്ന കുറെ ചിത്രങ്ങൾ കൊണ്ട് ബലിപീഠങ്ങൾ അനാഥമായി ഈ ഭൂമിയിൽ അവശേഷിച്ചു. കായേന്റെയും ആബേലിന്റെയും ബലി, അബ്രഹാം അർപ്പിച്ച ബലിയുടെ ബലിപീഠം, തുടർന്ന് അങ്ങോട്ട് ദേവാലയങ്ങൾ അർപ്പിക്കപ്പെട്ട ഓരോ ബലിയും, എല്ലാ ബലിക്കും അപൂർണതകളുണ്ടായിരുന്നു. ദൈവം പ്രതീക്ഷിച്ചതും ദൈവം ആവശ്യപ്പെട്ടതുമായ ഒരു പൂർണ്ണത ഒരു ബലിക്കും നൽകുവാനായിട്ട് കഴിയാതെ വന്നപ്പോഴാണ് ദൈവം തന്റെ പുത്രനെ തന്നെ നൽകുവാനായി, ബലിമൃഗമായി നൽകുവാനായി തീരുമാനിക്കുകയും ബലിമൃഗമായി സ്വന്തം പുത്രനെ നൽകുകയും ചെയ്തത്. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. വാക്കുകൾക്ക് വളരെ വ്യക്തതയുണ്ട്. മനുഷ്യകുലവുമായി ഒരു രമ്യതയിലാകുന്നതിന് മനുഷ്യനേറെ പരിശ്രമിച്ചിട്ട് തനിക്ക് തുല്യമായ ഒരു ബലിവസ്തുവിനെ മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു രമ്യതയിലാകുന്നതിനാവശ്യമായ ഒരു ബലിവസ്തു കണ്ടെത്തുവാൻ മനുഷ്യന് ഒരിക്കലും കഴിഞ്ഞില്ല. മനുഷ്യൻ അർപ്പിച്ച എല്ലാ ബലികളും ബലിവസ്തുവായി ഉപയോഗിച്ചത് മനുഷ്യനേക്കാൾ താഴെ നിൽക്കുന്ന വസ്തുക്കളാണ്. മൃഗങ്ങളെ, ചെങ്ങാലുകളെ ഒക്കെയാണ് അവർ ബലിയർപ്പിച്ചത്. തങ്ങൾക്ക് തുല്യമായതൊന്ന് അവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ദൈവവുമായി ഒരു രമ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ തീരുമാനിക്കുകയും ദൈവം തന്നെ ആഗ്രഹിക്കുകയും ചെയ്ത കാര്യമായിരുന്നു ഈ ബലി പൂർണ്ണതയുള്ള ബലിയായിരിക്കണം. അവൻ മനുഷ്യൻ അർപ്പിക്കുന്ന ബലി ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയൊരു ഉടമ്പടിയിലേക്ക് അവനെ കൊണ്ടെത്തിക്കണമെങ്കിൽ മനുഷ്യനെ കൊണ്ട് സാധ്യമാവില്ല എന്ന് ദൈവം മുന്നേ കൂട്ടി കണ്ടതുകൊണ്ടാണ് തന്റെ ഏകജാതനെ നൽകുവാനായി തീരുമാനിക്കുന്നത്. പൗലോസപ്പോസ്തലന്റെ ലേഖനത്തിലുടനീളം അതുകൊണ്ട് തന്നെ പൗലോസപ്പോസ്തലന് ക്രിസ്തുനാഥന്റെ പീഡാസഹനമാണ് പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസപ്പോസ്തലൻ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. മനുഷ്യകുലത്തോട് ദൈവത്തിന് സ്നേഹമുണ്ടെന്ന് ചരിത്രത്തിലുടനീളം ഒപ്പം നടന്നവിടെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനതയോടുകൂടി അവിടെ നിന്ന് യാത്ര ചെയ്തു. അവർ താമസിക്കുന്ന കൂടാരത്തിൽ മറ്റൊരു കൂടാരമടിച്ച് ദൈവം കൂടെ ആയിരുന്നു. അവർക്ക് വേണ്ടി മേഘത്തൂണായും ദീപത്തൂണായും ഒപ്പം നടന്നു. ചെങ്കടൽ പിളർത്തി കൊടുത്തു. മരുഭൂമിയുടെ സഹനത്തിന്റെ യാത്രയിൽ അവരോട് കൂടെ നടന്നു. എന്നിട്ടും തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തിയത് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലിയായി നൽകിയത് കൊണ്ടാണ്. ലോകത്തോട് മുഴുവനും ദൈവം തന്റെ രമ്യത സ്ഥാപിച്ചെടുക്കുന്നത് ഈ ബലിയിലൂടെയാണ്. നമ്മൾ മുന്നോട്ട് വായിച്ചു പോകുന്ന സമയത്ത് 10-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ശത്രുക്കളായിരുന്നപ്പോൾ അവിടുന്ന് പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെടുത്തിയെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. ദൈവമായിട്ടൊരു ശത്രുത മനുഷ്യനെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒന്നായി നിലനിൽക്കുകയായിരുന്നു. അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് തന്റെ ഏകജാതനെ നൽകുവാനായി ദൈവം തിരുവുള്ളമാകുകയും അത് നിറവേറ്റപ്പെടുകയും ചെയ്തത്. ക്രിസ്തുവിന്റെ കുരിശിലെ യാഗം കൊണ്ട് മനുഷ്യനോട് മാത്രമല്ല അവിടുന്ന് രമ്യതയിലായത്, സമസ്ത സൃഷ്ടികളോടും അവിടുന്ന് രമ്യതയിലായി എന്നുള്ളതാണ് നാം കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്. കൊളോസ്യക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിലെത്തുമ്പോൾ പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളുടെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കുരിശിന്റെ രക്തം കൊണ്ട്, തന്റെ പീഡാസഹനം കൊണ്ട് സാധ്യമായതെന്തെന്ന് പൗലോസപ്പോസ്തലൻ വിളിച്ചു പറയുന്നതാണിത്. മനുഷ്യകുലത്തിന്റെ മാത്രം രക്ഷയായിരുന്നില്ല, സമസ്ത പ്രപഞ്ചവും ദൈവവുമായി രമ്യതയിലാകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ രക്തയാഗമായി രൂപാന്തരപ്പെട്ടത്. കാൽവരിയിലേക്കുള്ള യാത്രാ വഴിയിലാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ അടുത്തറിഞ്ഞ് ധ്യാനിക്കുന്നതിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ നാടകം അവസാനിപ്പിച്ച്
ഇറങ്ങി വന്ന തൻ്റെ അപ്പൂപ്പനെ കണ്ടിട്ട് ചെറുമകൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെടുന്നത്? നമുക്കിത് നിർത്താം. അയാൾ പറഞ്ഞു, ഞാനിത് ഏറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ക്രിസ്തുവായിട്ട് വേഷമിടാൻ മറ്റൊരാളില്ല, ഞാൻ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അടുത്ത വർഷവും ഞാനിത് തന്നെ ആവർത്തിക്കും. ചെറുമകൻ ചോദിച്ചു, എത്ര കാലം കൂടി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം? ഈ പീഡാസഹനം, കർത്താവിന്റെ പീഡാസഹനം അവസാനിക്കാൻ എത്ര കാലം കൂടി അപ്പൂപ്പൻ ഇങ്ങനെ കുരിശിൽ കയറണമെന്ന് ചോദിച്ചു. ഇതൊരു വലിയ ചോദ്യമാണ്. ചെറുമകന്റെ ചോദ്യം അത് നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ എത്ര കാലം കൂടി ഇങ്ങനെ അവന്റെ പീഡാസഹനം തുടരണമെന്നുള്ളത് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഒടുവിലത്തെ അത്താഴമേശയിൽ ക്രിസ്തുനാഥൻ അസ്വസ്ഥനാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അസ്വസ്ഥനാകുന്നതിന്റെ കാരണം പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്. അവൻ പറയുന്നു, എന്നോട് കൂടെ ഭക്ഷണമേശയിൽ കൈവയ്ക്കുന്നവൻ എന്നെ ഒറ്റുകൊടുക്കും. തൊട്ടു താഴെ പിന്നീട് പറഞ്ഞു വരുന്ന സമയത്ത് പത്രോസ് ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും ഓരോ ബലിയിലും ആവർത്തിക്കപ്പെടുന്ന ഈ വലിയ സത്യത്തെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പീഡാസഹനം നമ്മുടെ ഓരോരുത്തരുടെയും ബലിമേശയിൽ, നമ്മുടെ ഓരോ ദേവാലയത്തിലെയും ബലിമേശയിൽ ഓരോ വർഷവും മാറ്റമില്ലാതെ ആവർത്തിക്കപ്പെടുമ്പോഴും അവിടുത്തെ അസ്വസ്ഥതയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം അവിടുത്തെ അസ്വസ്ഥത എപ്പോഴും ഒന്ന് തന്നെയാണ്. തന്നോടൊപ്പം ബലിമേശയിൽ പങ്കുചേർന്നവൻ തൊട്ടടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു അവന്റെ അസ്വസ്ഥത. ഇന്നും ഈ ബലിമേശയുടെ മുന്നിൽ നിൽക്കുന്ന സകല മനുഷ്യരുടെയും മേൽ കർത്താവിന്റെ അസ്വസ്ഥതയും അതുതന്നെയാണ്. ഈ ബലിമേശയിൽ അവനോടുകൂടെ അപ്പത്തിൽ പങ്കുചേരുന്ന മനുഷ്യൻ എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. പാപത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ ഒരു സ്ത്രീയെ കർത്താവിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന മനുഷ്യരൊന്നും വിചാരണ ചെയ്യാതെ പോകുന്ന സമയത്ത് അവളോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറയുന്നു, ഇല്ല. അവൻ പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇത് പറയുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്ത വലിയ കൃപയ്ക്ക് അതിനേക്കാൾ ഉപരിയായി അവന്റെ മുന്നിലെ നിശബ്ദതയ്ക്ക് മുന്നിൽ ഭയം കൊണ്ട്, വേദന കൊണ്ട്, താൻ ചെയ്തു പോയ തെറ്റിനെ പറ്റിയുള്ള എല്ലാ മുറിപ്പാടുകളോടും കൂടെ അവന്റെ പാദത്തിലൊന്ന് തൊടുവാനായി അവൾ കൈനീട്ടുന്നുണ്ട്. അവളൊന്ന് കൈനീട്ടിയിട്ട് അവൾ പിൻവലിച്ചു കളയും. അവന്റെ പാദത്തിൽ തൊടാതെ അവൾ പിൻവലിക്കും. ഈ കഥയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. അവൾ പാദത്തിൽ തൊടാതെ കൈ പിൻവലിക്കുന്ന സമയത്ത് ക്രിസ്തുനാഥൻ അവളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ ഈ പാദത്തിൽ തൊടാതിരുന്നത്? അവൾ പറയും, ഇപ്പോൾ എനിക്ക് യോഗ്യതയില്ല, ഞാൻ മറ്റൊരിക്കൽ വന്ന് ഇത് തൊട്ടുകൊള്ളാം. കർത്താവിന്റെ പാദത്തിലേക്ക് കൈനീട്ടുന്ന ഓരോ മനുഷ്യരുടെയും മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത ഇതാണ്. അവന്റെ മുറിവേറ്റ പാദത്തിൽ തൊടാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിന്റെ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ വഴിയായിരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി നിശബ്ദമായി കാൽവരിയിലേക്ക് നടന്നു കയറിയത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ രക്ഷ അതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. അന്ന് വരെ അർപ്പിക്കപ്പെട്ട സകല ബലികൾക്കും പൂർണ്ണതയില്ലായിരുന്നു. അന്ന് വരെ അർപ്പിക്കപ്പെട്ട ബലികളുടെ അപൂർണത മുഴുവൻ കർത്താവ് തന്റെ ഏക ബലിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഹെബ്രായരുടെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യും. കർത്താവിന്റെ ബലിയുടെ ഏകതയും പൂർണ്ണതയും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും ധ്യാനം കൊണ്ട്, ഓരോ ദിവസത്തെയും പ്രാർത്ഥന കൊണ്ട്, ബലിയിലുള്ള പങ്കാളിത്തം കൊണ്ട് നാം ഏറ്റെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യണം. അവന്റെ രക്തം ഇന്നും കാൽവരിയിലൂടെ താഴേക്ക് ഒഴുകുന്നുണ്ട്. അവന്റെ രക്തം ഇന്നും കാൽവരിയിലേക്ക് താഴേക്ക് ഒഴുകുന്നുണ്ട്. പ്രസിദ്ധമായൊരു ചിത്രമുണ്ട്, യേശുനാഥൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന്റെ ഒരു ചിത്രം. ആ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പാദത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന രക്തം താഴേക്ക് ഭൂമിയുടെ താഴേക്ക് ഒരു കല്ലറയിലാണ് ചെന്ന് പതിക്കുന്നത്. ചിത്രകാരൻ അതിനെപ്പറ്റി പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ്, അത് ആദത്തിന്റെ ശവക്കല്ലറയാണെന്നാണ് പറയുന്നത്. അങ്ങ് താഴെ മനുഷ്യകുലത്തിന്റെ ആരംഭത്തിലേക്ക് വരെ ഒഴുകി ഇറങ്ങിയ രക്തമാണ് ക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്തം. അവന്റെ രക്തം ഇന്നും ഉണങ്ങാതെ മനുഷ്യചരിത്രത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അവസാന മനുഷ്യൻ രക്ഷപ്പെടുന്നത് വരെ അവന്റെ മുറിവ് ഉണങ്ങുകയില്ല. അവസാന മനുഷ്യൻ രക്ഷപ്പെടുന്നത് വരെ അവന്റെ നെഞ്ചിലെ ചോര പൊടിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുമായി മനുഷ്യകുലത്തിന്റെ ആദ്യ സന്തതിയുടെ തായ്വേര് വരെ ഒഴുകിയിറങ്ങുന്ന രക്തത്തിന്റെ മുന്നിലാണ് നാം മുട്ടുകുത്തുന്നതെന്നുള്ള വലിയ ബോധം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ ബലി അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാം. ദൈവവുമായി മനുഷ്യൻ രമ്യതയിലാകുന്നതിന് വേണ്ടി ദൈവം തന്റെ ഏകജാതനെ നമുക്ക് നൽകിക്കൊണ്ട്
പുതിയൊരു വഴി തുറന്നിട്ടിരിക്കുകയാണ്. പീഡാസഹന ധ്യാനം എന്നെ ദൈവവുമായി രമ്യതയിൽ ആക്കണം. അല്ല എങ്കിൽ ഇത് വെറും കെട്ടുകാഴ്ചയായി രൂപാന്തരപ്പെടും. ഞാൻ ഏറെ കാര്യങ്ങൾ ചെയ്യും. കുരിശിന്റെ വഴിയും ത്യാഗപൂർവകമായ ഒത്തിരി കാര്യങ്ങൾ നാം ചെയ്ത് ഒരു വാരം അങ്ങ് അവസാനിപ്പിക്കും. ഇനി ഈസ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ബോധപൂർവം മറന്നു കളയാനുള്ള കുറെ കാര്യങ്ങളായി ഇതൊക്കെ മാറുകയും ചെയ്യും. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന് ക്രൈസ്തവ ജീവിതത്തിൽ എപ്പോഴും സ്ഥാനമുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവന്റെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവും എല്ലായ്പ്പോഴും ഊറിയിറങ്ങുന്ന രക്തവും നിന്റെ ഹൃദയത്തെ എന്നു തൊടുന്നുവോ അന്നുവരെ ദുഃഖവെള്ളി അർത്ഥമില്ലാത്ത കലയായി രൂപാന്തരപ്പെടും. ദുഃഖവെള്ളി അർത്ഥമുണ്ടാവട്ടെ, ദുഃഖവെള്ളി നിന്റേതാവട്ടെ. അവന്റെ കുരിശിനെ കെട്ടിപ്പിടിച്ച് ആത്മാർത്ഥതയോടുകൂടെ കരയുമ്പോൾ നിന്റെ ഹൃദയത്തിലും ഒരു ചെറിയ നൊമ്പരമുണ്ടാവട്ടെ, നിന്റെ ഹൃദയത്തിലും രക്തത്തുള്ളി പൊടിയട്ടെ. നമുക്കും കർത്താവിനോടുകൂടെ ഒന്ന് വിയർക്കാം. നമുക്കും കർത്താവിനോട് ചേർന്ന് നിന്ന് ഒന്ന് പൊട്ടിക്കരയാം. നമുക്കും അവൻ്റെ പാദത്തിലേക്ക് കൈനീട്ടി ചുംബിക്കാം.